ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ റീഡ് ചെയ്ത പോലെ തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പുതിയൊരു വേരിയൻറ്റിനെ പറ്റിയാണ്. നമ്മുടെ ക്ലാസിക് 350യുടെ പുതിയൊരു വേരിയൻറ്റ് അവർ ഒരു 2 വീക്സ് മുമ്പ് ലോഞ്ച് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് വാക്ക് അറൗണ്ടും പിന്നെ എന്തൊക്കെ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്തു, പിന്നെ ക്ലാസിക് 350 ഇൻ ജനറൽ എന്തൊക്കെ അപ്ഡേറ്റ് വന്നു, അതിനൊക്കെ പറ്റിയിട്ടായിരിക്കും ഞാൻ ഇതിൽ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ബിഗ് താങ്ക്സ് ടു കൈസ മോട്ടേഴ്സ് വൈറ്റ്ല. അവരാണ് ഒരു വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്യുന്നത്. ഈ വണ്ടി ഇപ്പോൾ കറൻലി കൊച്ചിയിൽ എത്തിയുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് വണ്ടി സെറ്റ് ചെയ്ത് തന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ കാണുന്ന സ്റ്റിക്കറും പിന്നെ റബ്ബറും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തേക്കാം. ഇതൊന്നും അല്ല, അതിൻ്റെ അപ്പുറം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ തുണിയൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ഇറക്കിയിട്ട് ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് എടുക്കാനാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ചിലപ്പോൾ എക്സോസ് നോട്ടോ കൺസോളോ അങ്ങനെ ആരും കാണിച്ചിടാൻ പറ്റില്ല. ഐ മീൻ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട്, കാരണം ബാറ്ററി ഇല്ല വണ്ടിയിൽ. ബട്ട് ഏറെക്കുറെ പഴയ കൺസോൾ തന്നെയാണ്. ഇതിൽ എന്തൊക്കെ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ അപ്ഡേറ്റ് വന്നു എന്ന് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ 2026 വന്ന ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എൻജിനിലാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്ലിപ്പർ ക്ലച്ച് ക്ലാസിക് 350 വന്നിട്ടുണ്ട്. ആദ്യം 100 വന്നു, പിന്നീട് സൂപ്പർ മീറ്റോറിൽ വന്നു. ഇപ്പോൾ ഇതാ ക്ലാസിക് 350 നമ്മുടെ സ്ലിപ്പ് ആൻഡ് ക്ലച്ച് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും റിയർ വീല് ലോക്കിങ്ങോ ഹോപ്പിങ്ങോ ഒന്നും ആവില്ല. കൂടാണ്ട് തന്നെ അസിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലച്ച് പുൾ ഉണ്ടോ അത് വളരെ ലൈറ്റായിരിക്കും. പിന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ടൈപ്പ് എ USB ചാർജർ മാറ്റിയിട്ട് ഇപ്പോൾ ടൈപ്പ് സി ഫാസ്റ്റ് ചാർജർ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 27 വാട്ടിൻ്റെ ടൈപ്പ് സി ചാർജറാണ്. അത് ഇപ്പോൾ ട്രിപ്പൊക്കെ പോകുന്നവരോ അല്ലെങ്കിൽ ഫോൺ ഹോൾഡർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ബൈക്ക് മോറോലെസ് റിമെയിൻസ് സെയിം. പിന്നെ 2 കളർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ജോധ്പൂർ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ ഉണ്ടായില്ലേ, ആ ഒരു വളരെ ലൈറ്റായിട്ടുള്ളൊരു ബ്ലൂ സ്കൈ ബ്ലൂ കളർ, ആ ഒരു കളർ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അത് കൂടാണ്ട് ഹാൽസ്റ്റൺ ബ്ലാക്ക് എന്നൊരു കളറും കൂടെ ഉണ്ടായിരുന്നു. അതും അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് സിംഗിൾ ചാനൽ ABSും ഡ്യുവൽ ചാനൽ ABSും വരുന്നുണ്ട്. അതിൽ സിംഗിൾ ചാനൽ ABS വരുന്നത് ആകെ റെഡ് എന്നുള്ള കളർ മാത്രമാണ്, അതായത് ബേസാണ്. അത് നമുക്ക് ഏകദേശം 226 എന്നാണ്ട് ഓൺ റോഡ് വെച്ച് വരുന്നുള്ളൂ. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത് എടുക്കാണ്ടിരിക്കുക. കാരണം സിംഗിൾ ചാനൽ ABS ആണ്. 2,26,000 രൂപ കൊടുത്തിട്ട് സിംഗിൾ ചാനൽ ABS എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്തൊന്നും വേർത്തല്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ ഒരു ക്ലാസിക് 350യുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 226 തൊട്ട് 280 വരെയാണ്. സോ ഇതിൻ്റെ ഇടയ്ക്കാണ് എല്ലാ വണ്ടികളും ഇരിക്കുന്നത്. 280 ഇരിക്കുന്നത് നമ്മുടെ ഒരു എമറാൾഡ് ഗ്രീൻ ഇല്ല, ഒരു ക്രോം, അതാണ് ടോപ്പ് എന്ന് പറയുന്നത്. ബാക്കി ഈ പറയുന്ന ഗോർക്ക ആയാലും വേറെ മദ്രാസ് റെഡ് വരുന്നുണ്ട്, മെഡാലിയൻ ബ്രോൺസ് വരുന്നുണ്ട്, കമാൻഡോ സാൻഡ് വരുന്നുണ്ട്, ടെൽത്ത് സീരീസ് വരുന്നുണ്ട്, ഗൺ ഗ്രേ വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു 226 to 280 ഇടയ്ക്കാണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ വണ്ടിയുടെ പ്രൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 2,68,000 66,000 എങ്ങാണ്ടും വരും. നമ്മുടെ കമാൻഡോ സാൻഡിൻ്റെ എക്സാക്ട് സെയിം പ്രൈസാണ്. 1 രൂപയും വ്യത്യാസമില്ല, രണ്ടും ഒരേ പ്രൈസാണ്. സോ നിങ്ങൾ കമാൻഡോ സാൻഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി കൂടെ നോക്കുക. കാരണം ഇതിൻ്റെ ഒരു കളർ ഭയങ്കര വിയേഡാണ്. നമ്മൾ ഫോട്ടോ കാണുമ്പോഴായിരിക്കും ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു കാക്കി കളറാണെന്ന് വിചാരിക്കും, പക്ഷേ അല്ല, കുറച്ചൊന്ന് ഡാർക്കറാണ്. നിങ്ങൾ ക്യാമറയിൽ ചിലപ്പോൾ കുറച്ചൊന്ന് ഗ്രീനിഷ് ആയിട്ട് തോന്നിയാൽ, കാരണം ക്യാമറ വരെ സ്ട്രഗിൾ ചെയ്യാണ് ഒരു കളർ പിക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അകത്തിട്ട് വീഡിയോ എടുത്തപ്പോഴും ഒരു വണ്ടി ഇച്ചിരി മാറ്റിയെടുത്ത് വീഡിയോ എടുത്തപ്പോഴും 2 കളറാണ് കാണിക്കുന്നത്. മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. അത് കൂടാണ്ട് തന്നെ അതിന് പുറമെ ഇങ്ങനെ വൈറ്റ് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. നമുക്കിവിടെ ഗൂർക്ക എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റിക്കർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 3D എംബ്ലം വരുന്നുണ്ട്. ഇത് സ്റ്റിക്കറല്ല, 3D എംബ്ലം ഓൺ ഇൻ വൈറ്റ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഗുർക്ക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റിക്കറും കൂടി വരുന്നുണ്ട്. പിന്നെ റിയർ ഫെൻഡറും കാണാം, നമുക്കിവിടെ പെയിൻറ്റഡാണ് വരുന്നത്. പിന്നെ ഇവിടെയും കാണാനായിട്ട് പറ്റും സ്റ്റിക്കർ വരുന്നുണ്ട്. പിന്നെ ഈ സ്പോക്കൊക്കെ നല്ല രസമാണ്. സ്പോക്കിൻ്റെ ഒരു ലിപ്പ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ബ്ലാക്കാണ്, കാണാനായിട്ട് പറ്റും ബ്ലാക്കാണ്. പക്ഷേ ഇതിനെന്താ പറയുക, ഈ ഒരു സ്പോക്ക് ഇറ്റ് സെൽഫ് ഈസ് ക്രോം. ഇത് നല്ല രസമാണ്, നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. പിന്നെ ക്ലാസിക് ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ഇതൊരു സ്പ്ലിറ്റ് സീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല, കാണാനായിട്ട് പറ്റും. ക്രോമായിട്ടുള്ള ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇതിന് നമുക്ക് അഡ്ജസ്റ്റബിൾ വ്യൂസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. മെയിൻലി ഒരു കളറാണ് ഹൈലൈറ്റ്. നമ്മുടെ ഒരു ഗൂർക്ക റെജിമെൻറ്റിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കളർ ഈ ഒരു വണ്ടിക്ക് കൊണ്ടുവന്നു. പിന്നെ ഓവറോൾ വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ മോറോലെസ് സെയിം. ഞാൻ പറഞ്ഞു, നമുക്ക് ഫ്രണ്ടിൽ വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 1918 സെറ്റപ്പിൽ തന്നെയാണ് വരുന്നത്. രണ്ടും ട്യൂബ്ഡാണ്, ശ്രദ്ധിക്കുക, ട്യൂബ്ലെസ് ഒന്നുമല്ല. ഫ്രണ്ടിൽ ഒരു 100 സെക്ഷൻ ടയറും ബാക്കിൽ 120 സെക്ഷൻ ടയറാണ് വരുന്നത്. രണ്ടും C8 ടയറാണ്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് റെഡ് എന്ന് പറഞ്ഞിട്ട് വളരെ ബേസ് ആയിട്ടുള്ള മോഡലിൽ മാത്രമേ സിംഗിൾ ചാനൽ ABS വരുന്നുള്ളൂ. ബാക്കി എല്ലാ മോഡൽസിനും നമുക്ക് ഡ്യുവൽ ചാനൽ ABSാണ് വരുന്നത്. നേരത്തെ ഐ തിങ്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ഒരു മോഡൽ തന്നെ സിംഗിൾ ചാനലും ഡ്യുവൽ ചാനലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നിലവിൽ അതില്ല. പിന്നെ ബ്രേക്കിംഗ് ഡ്യൂട്ടീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വൈബ്രയുടെ കാലിപ്പർ കാണാനായിട്ട് പറ്റും. പിന്നെ 300 mm വളരെ മാസീവായിട്ടുള്ള ഡിസ്ക് കാണാനായിട്ട്
എടുക്കാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയുക, ഈ ഒരു 4 കാണുന്ന രസമുണ്ട്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഹോണ്ട CB350 ഇല്ലേ അതിൻ്റെ ഒരു കളറായിട്ട് തോന്നിയേക്കാം, ബട്ട് അല്ല, അതിലും കുറച്ചും കൂടി ഡാർക്കറാണ്. പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു സെക്ഷൻ ഹെഡ്ലൈറ്റ് കവറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രോം വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷർ തോന്നുന്നുണ്ട്. പിന്നെ LED ഹെഡ്ലൈറ്റ് ആണ്, ഇൻഡിക്കേറ്റേഴ്സ് ആണ്, LED പൈലറ്റ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു എഞ്ചിൻ, ആ ഒരു ബിലൗഡ് ആയിട്ടുള്ള J Series എഞ്ചിൻ 349cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. അറൌണ്ട് 21 PS ആൻഡ് 27 Nm ടോർക്ക്. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ലോ ആൻഡ് ടോർക്കാണ്. പറയണം, സിറ്റിയിലേക്ക് ഓടിച്ചിട്ടൊക്കെ വളരെ രസമാണ്. ഒരുപാട് ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നല്ല ഈവൻലി സ്പ്രെഡ് ഔട്ട് ആയിട്ടുള്ള ടോർക്കാണ് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നൗ മേറ്റഡ് വിത്ത് 5-speed ഗിയർ ബോക്സ് ആൻഡ് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വരുന്നുണ്ട്. പിന്നെ 30 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് കാണാം. അറൗണ്ട് ഒരു 35 അടുത്തൊക്കെ മൈലേജ് കിട്ടും നന്നായിട്ടൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ. ഇവിടെ കാണാം E20 കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, സോ പേടിക്കണ്ട. ഇപ്പോൾ ഗായ്സ്, ഞാൻ വണ്ടി ജസ്റ്റ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല, വെയിലത്തിട്ട് കഴിഞ്ഞാൽ വണ്ടി വേറെ കളറാണ്. കുറച്ചും കൂടി ഇവൻ ഡാർക്കാണെങ്കിൽ കൂടെ കുറച്ചൊന്ന് പോപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞിട്ട് ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള എഞ്ചിൻ ആൻഡ് വി കവേർഡ് ദ സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റ്. പിന്നെ വേറെ മാറ്റമൊന്നുമില്ല. ക്രോമായിട്ടുള്ള ഒരു എക്സോസ് കാണാനായിട്ട് പറ്റും. ഡ്യുവൽ ഷോക്ക് കാണാം. പിന്നെ അഗെയിൻ 300 I think 270 mm എന്തോ ഡിസ്ക് ബാക്കിൽ വരുന്നുണ്ട്. 12 channel ABS ആണ്. നമ്മളോട് പറഞ്ഞു 120 സെക്ഷൻ ടയർ വരുന്നുണ്ട് ബാക്കിൽ. പിന്നെ ഞാൻ പറഞ്ഞു LED ഒന്നും വരുന്നില്ല. നമുക്ക് ബൾബ് ടൈലൈറ്റും വരുന്നുണ്ട്. പിന്നെ കയറിയിരിക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് കയറി നിന്നിട്ടുള്ള വ്യൂ. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്. I think 700 സംതിങ്ങോ 800 എന്തോ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. വെയിറ്റ് ഉണ്ട്, അത് പറയണം, 195 കിലോ ഉണ്ട്. ബട്ട് ഫീൽ ചെയ്യില്ല. ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണെന്ന് നമ്മൾ വൺസ് ഓടിച്ച് കഴിഞ്ഞാൽ ഫീലിംഗ് കാര്യങ്ങളൊന്നും ചെയ്യില്ല. വളരെ ലൈറ്റ് വരുമെന്ന് ഞാൻ പറയില്ല, മാനേജബിൾ എന്ന് ഞാൻ പറയും. ഈസിയായിട്ട് മാനേജ് കിടക്കാനായിട്ട് പറ്റും. ക്ലച്ച് പറഞ്ഞു കേട്ടോ, ഒരു രക്ഷയില്ല. ക്ലച്ച് കേബിൾ വിട്ടിരിക്കുകയാണോ, ഇത് ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മിറേഴ്സൊക്കെ ടിപ്പിക്കൽ മിറേഴ്സാണ്. ഒരു പാസ്റ്റ് ഒരു 5000 RPM കഴിഞ്ഞാൽ നല്ല വൈബ്രേഷൻ ആയിരിക്കും. ആ ക്യാരക്ടറൊക്കെ ഇപ്പോഴും ഉണ്ട്. 60s ഒക്കെ കാണാം. നമുക്കിവിടെ ഇൻഫോ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ടോഗിൾ വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. കണ്ണാപ്പി പോകുന്നുണ്ട് അതിൽ കൂടെ. പിന്നെ എൻജിൻ ഗിൽ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ കോഷൻ ലാമ്പ് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് കൺസോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള കൺസോളാണ്. നമുക്ക് ഇവിടെ ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ, അവിടെ ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ കാണിക്കും, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണിക്കും, ടൈം കാണിക്കും, ട്രിപ്പ് കാണിക്കും. അത്രേ ഉള്ളൂ, വേറെ ഫീച്ചറൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനായിട്ട് മറ്റേ ആ സാധനം ഉണ്ടല്ലോ, എന്താ പറയുക, ട്രിപ്പർ വേണമെങ്കിൽ മേടിച്ച് വെക്കാം. എക്സ്ട്രാ 5000 എന്തോ കൊടുക്കണമെന്ന് തോന്നുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രിപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഗൂർക്ക എഡിഷൻ കൊണ്ടൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ ഒരു കോക്പിറ്റ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, വളരെ ഒരു ഷോർട്ട് റിവ്യൂ ആയിരുന്നു. ജസ്റ്റ് ഈ ഒരു വണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം, നിങ്ങളൊന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. പ്രൈസ് ഞാൻ പറഞ്ഞു 2,68,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വയറ്റിലുള്ള കൈസ മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാതെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഫിനാൻസ് പരമായിട്ട് എന്തെങ്കിലും കാരണം എന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും. ഐ തിങ്ക് വളരെ ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റിലൊക്കെ വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചിറക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാരണക്കാരാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.